എഴുന്നേറ്റോ? പോയി ഫ്രഷ് ആയി വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ചേച്ചി എന്താടാ, നീ എന്താ വല്ലാതിരിക്കുന്നേ? വല്ല സ്വപ്നവും കണ്ടോ? ഇല്ല, ഞാൻ ഇന്ന് മുതൽ വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങോ? ആ, അത് നന്നായി. 3-4 ദിവസമായില്ലേ പോയിട്ട്. ഞാനും ഇന്നു മുതൽ പോയി തുടങ്ങണം. സോറി ഏഞ്ചൽ, എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് ചേച്ചി അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. അവിടെ എല്ലാവരും നല്ലവരാ, അയാളൊഴിച്ച്. ആ, അതൊക്കെ വിട്, നീ പോയി റെഡിയായേ. ഏഞ്ചൽ, താൻ വന്നു? കുറെ ദിവസം കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ആ, അത് ചേച്ചി, എനിക്ക് സുഖമില്ലായിരുന്നു. ആണോ? എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ആ ചേച്ചി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ. ഏഞ്ചൽ ചേച്ചി, കുറെ ആയല്ലോ കണ്ടിട്ട്. ജെറി, നീയോ? ഒന്നുമില്ലടാ, സുഖമില്ലായിരുന്നു, അതാ. എന്നിട്ടിപ്പോ ഓക്കെ അല്ലേ? എടാ, നിനക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാണുന്നില്ലേടാ? അയ്യോ, സീനിയർ ഇവിടെ ഉണ്ടായിരുന്നു. എടാ എടാ എടാ, നിനക്ക് തന്ന ഫയലൊക്കെ കംപ്ലീറ്റ് ആക്കിയോ? ഓ, ആക്കി. ഇല്ല, പുള്ളി എന്നെ എടുത്ത് ഫ്രൈ ആക്കും. എനിക്ക് വയ്യ ഇന്ന് അങ്ങേരുടെ വായിലെ തെറി കേൾക്കാൻ. നിങ്ങൾ ഇത് ആരുടെ കാര്യ പറയുന്നേ? വേറെ ആര്? നമ്മുടെ മാർക്കസ് സാറ് തന്നെ. സാറോ? സാറ് വഴക്ക് പറഞ്ഞോ? സത്യമാ ചേച്ചി, ഇപ്പൊ സാറ് ഫുൾ ഓൺ ടെററാ. അത് ശരിയാ. റോയ് കോർപ്പറേറ്റ് ആയി പാർട്ട്ണർഷിപ്പ് തുടങ്ങിയതിനു ശേഷം സാറ് ഫുൾ സ്ട്രിക്റ്റാ. ഇപ്പൊ തന്നെ കമ്പനിയിലെ കുറെ റൂൾസ് ഒക്കെ മാറ്റി. അതും പോരാഞ്ഞ് ഇപ്പൊ ബെസ്റ്റ് എംപ്ലോയീസിനെ തപ്പി നടക്കുവാ പുള്ളി. അതെന്തിനാ? അതൊരു അടാർ ഓഫർ കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള എംപ്ലോയീസിന്. ഓഫറോ? അതെ ചേച്ചി, ഇവിടുത്തെ 2 ബെസ്റ്റ് എംപ്ലോയീസിന് റോയ് കോർപ്പറേറ്റിൽ 2 months വർക്ക് ചെയ്യാനുള്ള ഓഫർ. അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് അവിടെ പെർമനന്റ് ആയി ജോബ് ചെയ്യാം. ഷോ, ഞാൻ എങ്ങാനുമാണ് ഞാൻ ഇവിടെ കിടന്ന് പട്ടി ഷോ ഇറക്കും. റോയ് കോർപ്പറേറ്റിൽ 1 month 1 month വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ അന്തസ്. എന്നിട്ട് എംപ്ലോയീസിന്റെ ലിസ്റ്റ് കൊടുത്തോ? പിന്നല്ല, ഞാനല്ലേ ലിസ്റ്റ് കൊടുത്തേ. അതില് ഫസ്റ്റ് തന്നെ നിന്റെ പേരാ. ചേച്ചി എന്ത് പണിയാ കാണിച്ച്? എന്റെ പേര് എന്തിനാ കൊടുത്ത്? നിനക്കെന്താ പറ്റിയേ? ഇവിടെ ഓരോ ആൾക്കാരും ആ ലിസ്റ്റില് പേര് വരാൻ പെടാപ്പാട് പെടുക. അപ്പോഴാ അവളുടെ പേര് കൊടുത്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്നത്. അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇതൊക്കെ അയാളുടെ പ്ലാനാ. ഞാൻ പോയി എന്റെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റട്ടെ. എടാ, ഇവൾക്ക് എന്താടാ പറ്റിയേ? സർ, മേ കം ഇൻ? യെസ്, കം ഇൻ. ആ, ഏഞ്ചൽ, താനോ? തനിക്കിപ്പോ എങ്ങനെയുണ്ട്? അസുഖമൊക്കെ കുറഞ്ഞോ? ആ സർ. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? അത് സർ, ബെസ്റ്റ് എംപ്ലോയീസിന്റെ ലിസ്റ്റിൽ നിന്ന് എന്റെ പേര് റിമൂവ് ചെയ്യണം. വാട്ട്? ഏഞ്ചൽ, ആർ യു സീരിയസ്? പ്ലീസ് സർ, എന്റെ പേരൊന്ന് റിമൂവ് ചെയ്യണം. ഏടോ, താനിത് എന്തൊക്കെയാ പറയുന്നത്? ഈ ലിസ്റ്റിൽ പേര് വരാൻ എല്ലാവരും പരിശ്രമിക്കുമ്പോ താൻ മാത്രം എന്താ ഇങ്ങനെ പറയുന്നത്? അതെനിക്കിപ്പോ പറയാൻ കഴിയില്ല സർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഏഞ്ചൽ, ഇനി അത് മാറ്റാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ആ ലിസ്റ്റ് റോയ് കോർപ്പറേറ്റിലേക്ക് മെയിൽ ചെയ്തു. സർ, അത് മാറ്റാൻ ഒരു വഴിയുമില്ലേ? ലുക്ക് ഏഞ്ചൽ, എനിക്കിതൊരു വലിയ ഡീലാ. ഞാൻ അതിലെന്റെ ബെസ്റ്റ് മാത്രമേ കൊടുക്കൂ. അവര് ആദ്യമായിട്ട് എന്നോട് ആവശ്യപ്പെട്ടതായത്. എനിക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാക്കൂ. പിന്നെ തന്റെ പേര് മാത്രമല്ലല്ലോ, കുറെ പേരുടെ ഉണ്ട്. സെലക്ട് ചെയ്യുന്നത് CEO, ഡയറക്ടർ. അത് തന്നെയാ എന്റെയും പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞോ? നോ സർ. ഇനിയിപ്പോ തന്റെ പേര് വന്നാലും താൻ എന്തിനാ പേടിക്കുന്നത്? എലിസബത്ത് അവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? അവരെന്നിട്ട് സെലക്ട് ചെയ്ത ആരെയെന്ന് വല്ലോ അപ്ഡേറ്റും ചെയ്തോ? ഇല്ലടോ, ഇന്ന് പറയാന്നാ പറഞ്ഞേ. ഓക്കെ സർ, ഞാൻ എന്നാ പോയി വർക്ക് ചെയ്യട്ടെ. എന്താ ചേച്ചി ഒരു മൂകത? ഏയ്, ഒന്നുമില്ലടാ, ഞാൻ പോയി വർക്ക് ചെയ്യട്ടെ. കുറെ ഫയൽസ് പെൻഡിങ്. ചേച്ചിക്ക് ഇതെന്താ പറ്റിയേ? എലിസബത്ത്, ഇതാണ് തന്റെ ക്യാബിൻ. തന്റെ വർക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ സർ. എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, ഏഞ്ചല് വിളിക്കുന്ന പോലെ ഇച്ചായെന്ന് വിളിച്ചാ മതി.
ഗുഡ് മോർണിംഗ് സർ. ആ ഫെഡറിക്, താൻ വന്നോ? എലിസബത്ത്, ഇതാണ് ഫെഡറിക്, വിക്ടറിന്റെ പഴയ PA. ഇപ്പോ ലീവിലാ. തനിക്ക് ഇവിടുത്തെ കുറച്ച് റൂൾസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാ. 1 വീക്ക് ഇവൻ ഇവിടെ ഉണ്ടാകും. ഹായ്. ഹായ്, നൈസ് ടു മീറ്റ് യു. അപ്പൊ പിന്നെ ഫെഡറിക്, എലിസബത്തിനെ ഇവിടേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ സർ. എലിസബത്ത്, ഓൾ ദ ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു റോയ് കോർപ്പറേറ്റ്. താങ്ക് യു ചായ. എടാ മതി, ബാക്കി പിന്നെ ചെയ്യാം. നോണോ, ഒരു 50 പുഷപ്പ് കൂടെ. ഇത് എന്ത് ബാധയാണോ കൂടിയ? ആദ്യമൊക്കെ വർക്കൗട്ട് എന്ന് കേട്ട കണ്ട വഴി ഓടുന്ന ചെക്കനായിരുന്നു. ഇപ്പൊ വർക്കൗട്ട് ഒഴിഞ്ഞൊരു നേരമില്ല. ഹാരിസ, ഇന്നല്ലേ എലിസബത്ത് ജോയിൻ ചെയ്യുന്ന? ആ, ഇന്ന് ജെയിംസും ഉണ്ട് അവിടെ. ഇനി അത് രണ്ടും കൂടി അടി കൂടാതെ ഇരുന്നാ മതിയായിരുന്നു. സാർ, നമുക്ക് ഓഫീസിൽ പോയാലോ? നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്ന? ഇവിടെ എങ്ങാനും ഇരി. പ്ലീസ് സാർ, എനിക്ക് എൽസയെ കാണണം. ആൻഡ് ഓൾസോ വാണ്ട് ടു നോ ഹൗ ഏഞ്ചൽ ഈസ്. ശരിയാ, അവളെ കുറിച്ച് പിന്നെ ഒരു വിവരവുമില്ല. Then let's go. മേ ഐ കം ഇൻ സർ? Who are you? ഗുഡ് മോർണിംഗ് സർ. ഏജന്റ് റിയ മാർട്ടിൻ ഫ്രം സ്പെഷ്യൽ ബ്രാഞ്ച്. Welcome, Miss Ria. And how is Soul? നോട്ട് ബാഡ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ക്രൈമിനും ക്രിമിനൽസിനും ഇവിടെ ഒരു കുറവുമില്ല. ആൻഡ് ഐ ആം ഗോണ ക്ലീൻ ദ സിറ്റി. തന്റെ ആവേശം എനിക്ക് മനസ്സിലായി. ബട്ട് താൻ കരുതുന്ന പോലത്തെ ഒരു ഇടമല്ല ഇത്. ഇത് ആവേശമല്ല സാർ, എൻ്റെ ആത്മവിശ്വാസം. എനിക്ക് ഈ സിറ്റിയിലെ ക്രിമിനൽസിനെ എല്ലാം തൂത്ത് കളയാനറിയാം. ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. ഇപ്പോ ഇങ്ങോട്ട് തന്നെ നിയമിച്ചത് എന്തിനാന്നറിയോ? യെസ് സാർ. ഗുഡ്. തന്റെ മിഷൻ എന്താന്ന് വെച്ചാൽ പുറത്ത് നിന്ന് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അവന്റെ ബിസിനസ്, ഡീൽ പാർട്ട്നേഴ്സ്, വെയർ ഹൗസ്, ലൈക്ക് ദാറ്റ് ഓൾ ഡീറ്റെയിൽസ്. ഇമ്പോർട്ടൻ്റ് ആയ എല്ലാം തന്നെ കളക്ട് ചെയ്ത് ഏജന്റ് AD6നെ ഏൽപ്പിക്കണം. ഐ അണ്ടർസ്റ്റാൻഡ് സർ. തനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടാകും. തനിക്ക് 2 അസിസ്റ്റന്റ് കൂടെ ഉണ്ട്. 1 സെക്കൻഡ്. Tell Sid and Grace to come to my cabin. തന്റെ അസിസ്റ്റൻസിനെ വിശ്വസിക്കാം. നല്ല എഫിഷ്യന്റ് ഓഫീസേഴ്സോ. സർ, ക്യാൻ ഐ ആസ്ക് സംതിങ്? യെസ്. ഞാൻ എങ്ങനെയാ ഏജന്റ് AD6നെ തിരിച്ചറിയാം? ഡോണ്ട് വറി മിസ് റിയ മാർട്ടിൻ. അവൻ വരാൻ സമയമാകുമ്പോൾ അവൻ തന്നെ പുറത്തു വരും. അതുവരെ അവൻ ആരുടെ മുന്നിലും വരില്ല. അവനൊരു കേസ് ഏറ്റെടുത്താൽ പിന്നെ അത് ക്ലോസ് ചെയ്യാതെ അവൻ മറ്റൊരു കേസും സ്റ്റാർട്ട് ചെയ്യില്ല. മേ ഐ നോ ഹിസ് നെയിം? നോ, യു കാണ്ട്. ഈവൻ എനിക്ക് പോലും അവന്റെ റിയൽ നെയിം അറിയില്ല. സത്യം പറയാലോ, ഈ കേസ് നമ്മൾ ജസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഇന്റർപോളിന്റെ കേസാ. വി ആർ ജസ്റ്റ് ഹെൽപ്പിംഗ് ദം. ദാറ്റ്സ് ഇറ്റ്. ബട്ട് വൈ സർ? ഇത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ FBI ഇതിൽ ഇടപെടേണ്ട വരില്ലായിരുന്നു. റിയ, തനിക്കിപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. നമ്മൾ കളിക്കുന്നത് ആർക്കെതിരെയാണെന്നറിയോ തനിക്ക്? മാഫിയ കിങ്ങിനോട്. അവന് ചുമ്മാ വെറുതെ എടുത്തു കൊടുത്തൊരു പദവിയല്ലാതെ. He earned it. സാർ, അവരെ പോലെയുള്ള ക്രിമിനൽസിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണോ? May I come in, sir? Sid, Grace, കേരിവാ. മീറ്റ് മിസ് റിയ മാർട്ടിൻ. നിങ്ങളുടെ പുതിയ മിഷൻ ലീഡ് ചെയ്യുന്നത് റിയ ആയിരിക്കും. റിയ, ദിസ് ഈസ് ഗ്രേസ്, നമ്മുടെ വൺ ഓഫ് ദി എഫിഷ്യന്റ് ഓഫീസർ, ആൻഡ് സിഡ് ഫ്രം സൈബർ ഡിപ്പാർട്ട്മെന്റ്. ഹലോ മാം. ഹലോ മാം, നൈസ് ടു മീറ്റ് യു. ഹായ്. നിങ്ങളുടെ മിഷൻ എന്താന്ന് റിയ പറഞ്ഞു തരും. സാർ, ഇപ്പോഴും ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തന്നില്ല. വൈ ആർ യു സപ്പോർട്ടിംഗ് ദം? തനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല തോന്നുന്നു. അവന്റെ പ്രായം അറിയോ? 27, ജസ്റ്റ് 27. ഈ പ്രായത്തിൽ അവനൊരു മാഫിയ കിങ് ആയിട്ടുണ്ടെങ്കിൽ അവൻ എത്ര ഡേഞ്ചർ ആണെന്ന് നീ ഓർത്തു നോക്ക്. Sorry for interfering, sir.
സാർ പറഞ്ഞു വരുന്നത് മാഫിയ കിങ് വിക്ടറിനെ കുറിച്ചാണോ? യെസ്, വിക്ടറിനെ കുറിച്ച് തന്നെയാ. ഹീസ് യുവർ ന്യൂ മിഷൻ. സാർ, ആർ യു സീരിയസ്? വിക്ടറിനെതിരെ? ഗ്രേസ്, നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലായി. ബട്ട് നമ്മൾ ഈ ജോബ് ചൂസ് ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയല്ലേ എടുത്തേ. ഒന്നില്ലേ ക്രിമിനൽസിന്റെ കൈ കൊണ്ട് ചാകും, അല്ലെ ശത്രുക്കളുടെ കൈ കൊണ്ട് ചാകും. യെസ് സാർ, ബട്ട് അത് നോർമൽ കേസിലാ. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മളുടെ ജീവൻ മാത്രമല്ല റിസ്കിലാക്കുന്നത്, നമ്മുടെ ഫാമിലിയുടെ കൂടെയാ. സീഡ്, ആർ യു അഫ്രൈഡ് ഓഫ് ഹിം? അവനെപ്പോലെ ഒരുത്തനെ കണ്ട് പേടിച്ചോ നീ? നോ സാർ, എനിക്കാരെയും പേടിയില്ല. ബട്ട് എൻ്റെ കൂടെയുള്ളവരുടെ സുരക്ഷ അതെനിക്ക് നോക്കിയേ പറ്റൂ. സീഡ്, നിന്റെ വീക്ക്നെസ് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കരുത്. അവരത് ചൂഷണം ചെയ്യും. കൂടെ നിന്റെ കാപ്പബിലിറ്റി നീ ഒരിക്കലും മറക്കരുത്. സോറി സാർ. ഗ്രേസ്, റിയയ്ക്ക് വേണ്ട എല്ലാ ഹെൽപ്പും താൻ ചെയ്തു കൊടുത്തേക്ക്. ആൻഡ് സീഡ്, അവരായി ബന്ധപ്പെട്ട എല്ലാ ക്രിമിനൽ റെക്കോർഡ്സും ഡീറ്റെയിൽസും എടുത്തേക്ക്. ആൻഡ് സ്പെഷ്യലി വിക്ടറിനെ കുറിച്ചും അവൻ്റെ ഹെൽ എന്ന മാഫിയ ഗാങ്ങിനെ കുറിച്ചും നല്ല പോലെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഓക്കെ ദെൻ യു ക്യാൻ ലീവ്. മാം, ദിസ് ഈസ് യുവർ ക്യാബിൻ. നൈസ്. മാം എപ്പോഴാ ഡ്യൂട്ടിക്ക് കയറുന്നത്? മേ ബി ടുമാറോ. ഇന്ന് കുറച്ച് പണിയുണ്ട്. ഞാൻ ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. വില്ലയിലെ കുറച്ചുകൂടെ അറേഞ്ച്മെന്റ്സ് ബാക്കിയുണ്ട്. പിന്നെ മോളും ഒറ്റയ്ക്കാ. മാം മാരീഡ് ആണോ? യെസ്, ഒരു മോളുണ്ട്. അപ്പൊ ഹസ്ബൻഡ്? വി ആർ നോട്ട് ടുഗദർ. സോറി മാം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നി, അപ്പോൾ സെപ്പറേറ്റ് ആകാൻ തീരുമാനിച്ചു. നമ്മുടെ മിഷൻ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നാളെ തന്നെ തുടങ്ങിയേക്കാം. അതിനു മുന്നേ എനിക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തേക്ക്. ഇന്ന് നൈറ്റ് തന്നെ. ഓക്കെ മാം. സാർ എന്തിനാ വരാൻ പറഞ്ഞേ? ആ ഏഞ്ചൽ, ചെറി, വാടോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് രണ്ടുപേർക്കും. റോയ് കോർപ്പറേറ്റിന് നിങ്ങൾ രണ്ടുപേരെയാ സെലക്ട് ചെയ്തേക്കുന്നത്. ഞാനിത് പ്രതീക്ഷിച്ചതാ. സാർ ശരിക്കും ഞങ്ങളെയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചി കേട്ടോ? ഓ, കേട്ട്. ഏഞ്ചൽ, തനിക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? സത്യം പറയാലോ, എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാ ഞാൻ എന്റെ നെയിം റിമൂവ് ചെയ്യാൻ പറഞ്ഞേ. ബട്ട് വൈ? ഇത്രയും വലിയൊരു ഓഫർ കിട്ടിയിട്ട് താൻ എന്താടോ വേണ്ടെന്ന് പറയുന്നത്? അത് എന്റെ പേഴ്സണൽ പ്രോബ്ലംസാ. സോറി, എനിക്കത് പറയാൻ പറ്റൂല. ഓക്കെ, എനിവേസ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സിഇഒ ഡയറക്റ്റ് സെലക്ട് ചെയ്തതാ. പിന്നെ ഇന്ന് 3 മണിക്ക് നിങ്ങൾ രണ്ടുപേരും റോയ് കോർപ്പറേറ്റിൽ പോയി ജോയിൻ ചെയ്യണം. നെക്സ്റ്റ് 2 months ഇനി നിങ്ങൾ അവിടെയാ ജോലി ചെയ്യുന്നത്. ഇന്നോ? സർ, ദാറ്റ്സ് ഇംപോസിബിൾ. ഇവിടുത്തെ വർക്ക്സ് ഒന്നും തീർന്നിട്ടില്ല. എനിക്കാണെങ്കിൽ പെൻഡിങ് ഫയൽസ് കുറെ ഉണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഏഞ്ചൽ, തനിക്ക് അവിടെ ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്ന് മനസ്സിലായി. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനേ സിഇഒനോട് ഡയറക്റ്റ് സംസാരിക്കുക. ഓക്കെ സർ. ജെറി, താൻ ഏഞ്ചലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഓക്കെ സാർ. എനിക്കല്ലേലും അറിയാം അങ്ങേരനെ അങ്ങോട്ട് വരുത്താൻ വേണ്ടിയാ ഇപ്പോൾ പുതിയ റൂൾസ് കൊണ്ടുവന്നേന്ന്. എനിക്ക് തലയ്ക്ക് ഒട്ട പിടിക്കുവോ? ചേച്ചി. ജെറി, എനിക്കിപ്പോ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്. മൈൻഡ് റിലാക്സ് ആവുമ്പോ പറഞ്ഞാ മതി. ഞാൻ ക്യാബിനിൽ കാണും. ഓ, കുട്ടി പിശാജ് ഉണ്ടായിരുന്നു ഇവിടെ. നോപ്പിയെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എങ്ങനെയാണോ തന്റെ ബോസിനോട് സംസാരിക്കുക? അയ്യോ സോറി സാർ, സാറിന്റെ ബോസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. സാറിരിക്കെ, ഞാൻ പോയി സാറിന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇത്രയും റെസ്പെക്ട് മതിയോ ബോസേ? നീ എന്നെ കളിയാക്കിയതാണോ? ഇതിലൊക്കെ എന്താ ഇപ്പൊ ഇത്ര ചോദിക്കാൻ? കളിയാക്കിയത് തന്നെയാ. ഒരു ബോസ് വന്നേക്കുന്നു. ഞാൻ വിചാരിച്ച നിന്റെ പണി കളയാൻ അധികം സമയം വേണ്ട. ഓ, എങ്കിൽ വേഗം ആകട്ടെ. എനിക്കിവിടെ ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പറഞ്ഞു വിട്ട അത്രയും നല്ലത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോ ഏഞ്ചൽ ഇവിടെ ഒറ്റയ്ക്കാകുമല്ലോ. ഏഞ്ചൽ? ഏഞ്ചൽ എങ്ങനെയാ? താൻ എന്താ ഉദ്ദേശിച്ചേ? മാഡം വലിയ ബുദ്ധിരാക്ഷസിയല്ലേ, കണ്ടുപിടിക്ക്. ഏഞ്ചൽ ഇവിടെ ഒറ്റയ്ക്കാകുമല്ലോ, അതുകൊണ്ട് എന്താ അവൻ ഉദ്ദേശിച്ചേ?
ഏഞ്ചൽ എങ്ങനെ ഒറ്റയ്ക്കാവുന്നത്? അതല്ല, അവളെങ്ങനെ ഇവിടെ വരാനാ? ഇനി അവൻ പറഞ്ഞ പോലെ നോ, അങ്ങനെ ഒരിക്കലും നടക്കരുത്. ഹലോ ഏഞ്ചൽ, ഏഞ്ചൽ നീ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്, റോയ് കോർപ്പറേറ്റീവ്. വാട്ട്? വെയിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. വാവ്, എന്ത് വലിയ ഓഫീസല്ലേ. ഷോ, ഇവിടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോ തന്നെ കുളിര് കോരുന്നു. എനിക്ക് പെരുത്ത് കേറുവാ ചെയ്യുന്നത് ഇവിടെ ജോലി ചെയ്യണമെന്നോർത്ത്. മൂടുപോയി. ഷേ, ചേച്ചി എന്നെ കൂടി തളർത്താതെ. ചെറി, നീ മാഫിയാസിനെ കണ്ടിട്ടുണ്ടോ? ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. എന്താ ചേച്ചി ചോദിച്ചേ? ഏയ് ഒന്നുമില്ല. നിനക്ക് അവരെ കുറിച്ച് എന്താ അഭിപ്രായം? അതൊരു മാസല്ലേ. എനിക്ക് ചെറുപ്പം മുതലേ മാഫിയ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതിന് അവസരം കിട്ടിയില്ല. ബെസ്റ്റ്. ചേച്ചിക്കറിയോ, അവരെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ ഒരു റൊമാൻറ്റിഫിക്കേഷനാ. അതും മാഫിയ കിങ് വീനെ കാണുമ്പോ എന്താന്നറിയില്ല, ഒരു റെസ്പെക്ട് തോന്നുവാ. റെസ്പെക്റ്റാ? ആന്നേ, പുള്ളി അടിപൊളിയല്ലേ. എന്ത് ഹാൻഡ്സും ആ പുള്ളിയെ കാണാൻ. ആ നോട്ടം, ആ നടത്തം, ആറ്റിറ്റ്യൂഡ്, ഒരു രക്ഷയില്ല. ഹീസ് മൈ റോൾ മോഡൽ. മോനെ ജെറി, ഓൾ ദ ബെസ്റ്റ്. എന്തിനാ ചേച്ചി? അത് വൈകാതെ അറിയും. ഏഞ്ചലിന ചെറി കേബിനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. മേ കമിൻ സർ? കമിൻ. ഏഞ്ചല ചേച്ചി, അവിടെ നിൽക്കാതെ അകത്ത് വാ. ജെറി, ജെറി. എന്താ? വാ. ചേച്ചി, അത് നിന്റെ റോൾ മോഡൽ മാഫിയ കിങ് വി. രണ്ടുപേരോടും കേറി വരാൻ പറഞ്ഞത് കേട്ടില്ലേ? സോറി സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇറ്റ്സ് ആഫ്റ്റർനൂൺ ചെറി. അയ്യോ, എന്റെ പേരെങ്ങനെ അറിയാം? എടാ, നീ പൊട്ടനാണോ അതോ അതുപോലെ അഭിനയിക്കുകയാണോ? എന്റെ ചേച്ചി, നിന്നെ ആരാടാ ഇവിടേക്ക് സെലക്ട് ചെയ്തേ? സിഇഒ അല്ലേ? ആ അതെ, സിഇഒ. അപ്പോ വി സാറാണോ സിഇഒ? സന്തോഷായില്ലേ? നിന്റെ റോൾ മോഡൽ അല്ലേ? അതൊക്കെ ഒരു ആവേശത്തിൽ പറഞ്ഞതാ. എനിക്ക് സത്യമായിട്ട് മാഫിയ പേടിയാ. രണ്ടുപേരുടെയും സംസാരം കഴിഞ്ഞിരുന്നേ വന്നിരിക്കെ. സോറി സാർ. സോ എല്ലാം മാർക്കസ് പറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 months ഇവിടെ ജോലി ചെയ്യുക. ദെൻ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ബാക്കി ഞാൻ ഡിസൈഡ് ചെയ്യും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ PA-യോട് ചോദിച്ചാൽ മതി. ഓക്കെ സാർ. സാർ, എനിക്കിവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് പകരം വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യണം. ചേച്ചി, എന്തുവാ പറയുന്നേ? ഏഞ്ചലീന, യു നോ മീ. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടാകില്ല. ഇനി തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ. ബട്ട് ഇവനും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാത്രമല്ല, നിങ്ങൾ 2 പേർക്കും വേറൊരു സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതില് ഇവനെ എന്തിനാ വലിച്ചിട്ടെന്ന്? അവൻ എന്ത് ചെയ്തിട്ടാ? ഈ സോമി, ദാറ്റ്സ് ദ റീസൺ. റോയ് കോർപ്പറേറ്റിന്റെ CEO ആരാന്ന് പുറം ലോകത്തുള്ള ആർക്കും അറിയില്ല. ജസ്റ്റ് എന്റെ ബിസിനസ് പാർട്ട്നേഴ്സിന് മാത്രം. ഇവൻ എന്നെ കണ്ടു. അപ്പൊ ഇനി ഇവൻ ഇവിടെ നിന്നല്ല എവിടെയും ജോലി ചെയ്യത്തില്ല. ആൻഡ് ഐ ഡോണ്ട് ഗ്യാരണ്ടി ഫോർ ഹിസ് ലൈഫ് ഓൾസോ. സാർ, ഞാൻ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പ്ലീസ് സാർ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ. ഒരു 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. പ്ലീസ് ചേച്ചി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഓക്കെ, ഫൈൻ. വെൽ പ്ലേഡ് മിസ്റ്റർ വി. താങ്ക് യു പ്രിൻസസ്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ചേച്ചി എന്താ അയാള് മാഫിയാണെന്ന് പോലും നോക്കാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ച്? അയാൾ ആരായാലും എനിക്കെന്താ? മാഫിയോ സൈക്കോയോ എന്തായിക്കോട്ടെ, എനിക്കൊന്നുമില്ല. ഏഞ്ചൽ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പൊ ചേച്ചി ഒന്നും അറിഞ്ഞില്ലേ? ഇനി മുതൽ ഒരു 2 മാസം ഞാൻ ഇവിടെ കാണാം, ഇവിടുത്തെ എംപ്ലോയി ആയിട്ട്. വാട്ട്? അയാളുടെ പ്ലാൻ അല്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞൂടെ?
ഞാൻ പറഞ്ഞതാ, അപ്പൊ ഇവന്റെ ജീവൻ വെച്ചായിരുന്നു ഇപ്രാവശ്യം ഭീഷണി. ഇന്ന് മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി ഈ ഏഞ്ചലീന അയാളുടെ മുന്നിൽ പേടിച്ച് കരയില്ല. അയാളെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്നറിയാം. ബട്ട് ഐ വിൽ ട്രൈ. ഇനി എന്തൊക്കെ വന്നാലും അയാളുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. അതെ, ഇവിടെ എന്താ നടക്കുന്നേ? ഒന്ന് പറഞ്ഞു തരാവോ? ഇതൊരുമാതിരി സബ് ടൈറ്റിൽസ് ഇല്ലാതെ സിനിമ കാണുന്ന അവസ്ഥയാ. മോനെ ചെറി, നീ ഇനി ഇവിടെ കാണുമല്ലോ, അപ്പൊ തന്നെ മനസ്സിലായിക്കോളും. എന്ന് വെച്ചാ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. എന്തായാലും നീ സൂക്ഷിച്ചോ, കളിക്കാൻ പോകുന്നതേ മാഫിയ കിങ്ങിനെതിരെയാ.